ഇന്ന് രാവിലെ എനിക്ക് എണീക്കാൻ ഭയങ്കര മടിയായിരുന്നേ. എന്താ കാര്യം എന്ന് കണ്ടോ? ഇത് തന്നെ നല്ല മഴ, പെരും മഴ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു ബ്ലാങ്കറ്റിൽ പുതച്ച് മൂടി കിടന്നുറങ്ങാനുള്ളൊരു വൈബ്. പക്ഷെ ഒരു രക്ഷയില്ല മക്കളെ. ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ സൺഡേ നമ്മുടെ ഡെഡ് ലൈൻ, നമ്മുടെ ട്യൂഷൻ ദിവസമാണ്. ഇവയ്ക്ക് ട്യൂഷനുള്ള ദിവസമാണ്. ആഴ്ച 2 ദിവസമുള്ളൂ, സാറ്റർഡേ സൺഡേ. പണ്ടെല്ലാം ഉണ്ടല്ലോ ഞാൻ കരുതുമായിരുന്നു കേട്ടോ, ഫ്രൈഡേ ആകുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷം കേട്ടോ. ഞാനിങ്ങനെ ജിങ്കിച്ചക്ക് കളിച്ച് നടക്കും, ഞാനും പിള്ളേരും. രാത്രിയൊക്കെ നമ്മൾ ഭയങ്കര ബ്ലാസ്റ്റിംഗ് ആണ്. സാമുള്ളപ്പോൾ പിന്നെ പറയണ്ട, അടിപൊളിയായിരിക്കും. പുറത്തേക്ക് പോകും, കാരണം സാറ്റർഡേ സൺഡേ ക്ലാസ് ഇല്ലല്ലോ. പക്ഷേ അതൊന്നും ഇനി രക്ഷയില്ല. നീ ഒരു വർഷം നമ്മൾ പെട്ടുപോയിന്നേ. ഇനിയും +1 +2 പിള്ളേരൊക്കെ വലുതാവും തോറും ഉത്തരവാദിത്തം കുറയും തോന്നും, ഉത്തരവാദിത്തം കൂടി വരുവാണെന്നേ. എന്ത് പറയാനാണല്ലേ. കുഴപ്പമില്ല, അവർക്ക് വേണ്ടിയിട്ടല്ലേ, നമുക്കതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാണ്ട് എന്ത് പറയാം, വേറെ നിവൃത്തിയില്ല. നമ്മളല്ലാണ്ട് പിന്നെ ആരവരുടെ കാര്യങ്ങൾ നോക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ മഴ കണ്ട് കൊതി മാറാഞ്ഞിട്ട് ഒന്നും കൂടി ഞാൻ മഴ കാണാൻ വന്നു, അതായിരുന്നു സത്യം. അപ്പം ഞാനിത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? നമ്മുടെ പ്രവാസികൾക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഫീൽ ആയിരിക്കത്തില്ലേ? ഞാൻ പണ്ട് ഗൾഫിലുള്ള സമയത്ത് ഞാനിങ്ങനെ വെറുതെ മഴയുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കാണുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ മഴയത്തൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലമൊക്കെ ഓർക്കും. അന്നൊക്കെ സ്കൂൾ ബസ് ഒന്നല്ല കേട്ടോ, നമ്മൾ നടന്നൊക്കെയാണ് പോകുന്നത് വീട്ടിലേക്ക്. അത് പക്ഷേ ഒരു അരമണിക്കൂർ കൊണ്ട് എത്തേണ്ടത്, അരമണിക്കൂറൊന്നുമില്ല, ഒരു 15 മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് ഒരു 3/4 മണിക്കൂർ എടുത്ത് എത്തുള്ളൂ. കാണുന്ന ഉൾവഴി ഇടവഴിയിലൂടെയൊക്കെ പോയി നടന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ ആലോചിക്കുമ്പോൾ അന്നൊക്കെ തോന്നുമായിരുന്നു പെട്ടെന്ന് വലുതായി കല്യാണം കഴിച്ചൊന്ന് സെറ്റിലായാൽ മതിയായിരുന്നു. ഇന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലുതാവേണ്ടായിരുന്നു തോന്നുന്നു. എന്താണല്ലേ നമ്മളുടെ ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ, എന്ത് പറയാനാ. അപ്പം നമുക്കിതേ അരി തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ അരി നമുക്ക് ഇടാം. അപ്പോൾ അരി ഞാനുണ്ടല്ലോ ഒരു കാര്യം പറയാം, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത വീട്ടിലെ കുക്കർ പൊട്ടിത്തെറിച്ചു. ഇത് റീസൺ അവർ പറയുന്നത് കൺഫർമേഷനൊന്നുമല്ല, മറ്റേ വാൽവ് പ്രോപ്പറായിട്ട് അത് ബ്ലോക്ക് ഉണ്ടായിട്ട് ആണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പറയുന്നത്. അതുകൊണ്ടിട്ട് വീട്ടമ്മമാർ യൂസ് ചെയ്യണവർ, അല്ലെങ്കിൽ ഇപ്പം ആണുങ്ങളാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കുക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അത് ഊതുക. പിന്നെ അതിൻ്റെ ആ റിങ് നന്നായിട്ട് കഴുകുക. റിങ്ങിലൊക്കെ മറ്റേ തുളയുണ്ടോ അല്ലെങ്കിൽ കുക്കർ പ്രോപ്പർ ആണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ യൂസ് ചെയ്യുക. കുക്കറിൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെ ഞാൻ ചെയ്താലും എന്തൊക്കെ ഞാൻ പറഞ്ഞാലും, ഞാൻ സാധാരണ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അടപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുക്കറിൻ്റെ വിസിൽ വരുന്നത് വരെ ഞാൻ ആ പരിസരത്ത് നിൽക്കാറില്ല. ഒന്നില്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ അപ്പുറത്ത് പോയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകും, വേറെ എന്തെങ്കിലും പണി ചെയ്യും. കാരണം പേടിയാണ് എനിക്ക്. എന്തൊക്കെ പറഞ്ഞാലും പൊട്ടിത്തെറിച്ചാലോ പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മുടെ സമയക്കേടിൻ്റെ. അതുകൊണ്ടിട്ട് പേടിയുള്ളവർ ആ പരിസരത്ത് നിൽക്കേണ്ട, ആ സമയം വേറെ എന്തെങ്കിലും പണി ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ടൊക്കെയാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കാവേ. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് ചെറുപയർ ഒരു കറിയായിട്ട് നമുക്ക് വെക്കാം. കാരണം നമ്മളൊരു 3:30 ആകുമ്പോൾ ഇവിടെ നിന്ന് തിരിക്കണം. അപ്പം 7 മണിയായി. ഇപ്പം ഇവ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കഴിപ്പിക്കണം രണ്ടുപേരെയും. ഇവ കഴിച്ചോളും. പക്ഷേ സെറയുടെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ സെറ ഔട്ട് ഓഫ് റുട്ടീൻ ആയതുകൊണ്ടിട്ടേ 11 മണിക്കൊക്കെ ആണല്ലോ അവളിപ്പോൾ സാധാരണ വർക്കിംഗ് ഡേയ്സിൽ എണീക്കണത്. അപ്പോൾ ഇന്നിപ്പം നേരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ അവളെ നമ്മൾ മൂഡ് ഓഫ് ആക്കരുതല്ലോ, മൂഡ് ഓൺ ചെയ്ത് തന്നെ വേണ്ടേ, കൊച്ചിനെ ആക്റ്റീവാക്കി ഇരുത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവളെ കുറച്ച് നേരത്തെ വിളിക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ കിടക്കട്ടെ. ഞാൻ എൻ്റെ മീ ടൈം ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം ആവട്ടെ നമുക്ക് സെറക്കുട്ടീനെ വിളിക്കല്ലോ കേട്ടോ. അപ്പോൾ നമ്മുടെ എനിക്കും ഇവയ്ക്കുള്ള ചായ റെഡി. ഈ ചായ എനിക്ക് എന്ത് സന്തോഷമുള്ള കാര്യമെന്നറിയാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം രാവിലെ ചായ കുടിച്ചിരിക്കുന്നതാണ് സത്യമായിട്ടും. അത് സാമിൻ്റെ കൂടെ കുടിച്ചിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യം മതി, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ വളവള പറഞ്ഞുകൊണ്ടിരിക്കും. സാം ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ രാവിലെ സൈലൻസി ആഗ്രഹിക്കുന്ന ആളാണ്, ഭയങ്കര സൈലൻ്റ് ആയിരിക്കണം. ഞാൻ അങ്ങനെയല്ല, എനിക്കതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒച്ച എടുക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിൽക്കും. എനിക്ക് അങ്ങനത്തെ പല പല ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ സാം എന്നോട് പറയും രാവിലെ തന്നെ മൂഡ് കളയാൻ ഇറങ്ങിയിരിക്കുവാണ് ചെകുത്താൻ എന്ന് പറയും. നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, എന്നാലും നമ്മൾ മൂഡ് കളയും. നമ്മുടെ ഭർത്താവിൻ്റെ മൂഡിൽ നമുക്ക് കളയാൻ പറ്റുള്ളൂ, അല്ല നമുക്ക് നാട്ടുകാരുടെ മൂഡ് കളയാൻ പറ്റുമോ, അത്രയേ ഉള്ളൂ. അതിനുശേഷം രാവിലെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് കുക്കറിൽ നമ്മളുടെ ചോറെല്ലാം റെഡിയായി. അപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ഞാൻ പകർത്തി വെച്ചു. ഒറ്റ വിസലാണ് കേട്ടോ, ഒറ്റ വിസലിൽ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചോറ് ഇത്ര നേരത്തെ റെഡിയാക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളയപ്പത്തിനുള്ള പച്ചരി കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ചോറില്ല അടിക്കാൻ. അതാണ് ഞാൻ ചോറ് ആദ്യം തന്നെ വെച്ചത്. കണ്ടില്ലേ, ഭയങ്കര ഊതലാണ് കേട്ടോ. ഞാൻ ഒരിക്കലും ഇല്ലാത്ത ഊതലാണ്. കുക്കറിൻ്റെ വെയിറ്റും വിസിലൊക്കെ എടുത്തിട്ട് പേടിയാണ് ഈ കാര്യം. കാരണം ഇന്നിപ്പോൾ ഞാൻ അടുത്ത് നിൽക്കുവാണല്ലോ, റിസ്ക് ആണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്ത് മാറ്റി വെക്കുവാണ്. നമ്മളുടെ മാവ് അടിക്കാനുള്ള കുറച്ച് ചോറെടുത്ത് മാറ്റി വെക്കുവാണ്.
അതിനുശേഷം ഞാൻ ഈ കാസറോളിലേക്ക് ഞാൻ കുക്കർ ഇങ്ങനെ അല്ല ചോറ് പകർത്തി വെക്കും. അത് മറ്റൊന്നും കൊണ്ടിട്ടല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഉറുമ്പ് വല്ലതും വന്നിരുന്നാലേ ഭയങ്കര മോശമായി പോവും. ഈ സാധനമൊക്കെ എവിടെ നിന്ന് കെട്ടി എഴുന്നള്ളി വരണമെന്നാവോ. ചില സമയത്ത് ഉറുമ്പ് വരും. ഉറുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാലും എനിക്കിഷ്ടമല്ല. അപ്പോൾ ബുദ്ധിമുട്ടല്ലേ നമുക്കത്. അപ്പോൾ ഞാനപ്പോൾ തന്നെ അത് ചോറിങ്ങനെ കാസറോളിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ഒന്ന് ഒതുങ്ങിയിരുന്നോളുമല്ലോ. അങ്ങനെ അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ചോറ് റെഡിയായി. പിന്നെ നമ്മളുടെ കുക്കറിൽ നമ്മൾ ചെറുപയർ വേവിക്കാനിട്ടു. പിന്നെ ഈ കഞ്ഞിവെള്ളം, പക്ഷെ എൻ്റെ കർത്താവിശ്യമിശിയായേ, കഞ്ഞിവെള്ളം വളരെ നല്ല ഐറ്റം ആട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലായിരുന്നോ സംഭവം. കഞ്ഞിവെള്ളം കുടിക്കുന്നതുകൊണ്ടിട്ട് എന്തൊക്കെ പറയുമെങ്കിലും കുറേ ആളുകൾ കുറേ നാൾ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ചോറിൻ്റെ പുറകെയായിരുന്നു, കഞ്ഞിവെള്ളത്തിൻ്റെ പുറകെയായിരുന്നു. അങ്ങനെയൊന്നുമില്ല കൂട്ടുകാരെ. ഒരു ഒന്നരാടം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഒരു 500 ml, ഇതിപ്പോൾ 500 ml ബോട്ടിലാണ്, നിങ്ങൾക്ക് അത്രയെങ്കിലും ഒന്ന് കുടിക്കാൻ നോക്കുക കേട്ടോ. ഹെയറിനും സ്കിന്നിനും ഒക്കെ നല്ലതാണ്. പിന്നെ അതിൽ ഇനോസിറ്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു എന്താ പറയുക, ട്വൈസ് ഇൻ എ വീക്കെങ്കിലും അത് ശീലമാക്കിക്കോ, ഒരു പ്രശ്നവും ഇല്ലെന്നേ. നമ്മളെല്ലാം ഒന്ന് കണ്ടമാനം കുടിക്കാതിരുന്നാൽ മതി. ഇടയ്ക്കൊക്കെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുത്തരി കഞ്ഞിവെള്ളമാണ് ഏറ്റവും നല്ലത് കേട്ടോ. അവർ കണ്ടിന്യൂസ്ലി കുടിക്കുന്നുണ്ട്. അപ്പം ഞാനും കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താവും എന്തോ നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ നമ്മുടെ എന്താ പറയുക, നമ്മളുടെ വെള്ളയപ്പത്തിനുള്ള മാവ് അരയ്ക്കാം. അപ്പോൾ ഈ വെള്ളയപ്പത്തിനുള്ള മാവ് അരയ്ക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, പണ്ടത്തെ എൻ്റെ ഒരു കാലഘട്ടമാണ്. പണ്ടത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 വർഷം 3 വർഷം പുറകോട്ട്. എൻ്റെ വിചാരം ഇതൊക്കെ ഭയങ്കര വലിയ കാര്യമായിരുന്നു എന്നാണ്. ഉഴുന്ന് പച്ചരിയും ഞാൻ അരിച്ച് മറ്റേ ഇതിനുള്ളത്, നമ്മളുടെ ദോശയ്ക്കും ഇതിനൊക്കെ ഉള്ളതൊക്കെ ഞാൻ തയ്യാറാക്കുമായിരുന്നു, ഇഡ്ഡലിക്കുള്ളത്. പക്ഷെ എനിക്ക് വെള്ളയപ്പത്തിനുള്ളത് എന്തോ എൻ്റെ വിചാരം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോകുന്നായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കി അറിയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസമില്ല, ഒരു കോൺഫിഡൻ്റ് അല്ല ഞാൻ ഒട്ടും അങ്ങനെ ചെയ്യാൻ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ മാവ് പുറത്തുനിന്ന് വാങ്ങലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകളായി, ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടേക്ക് മാറിയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ചെയ്തു തുടങ്ങി. ഒന്നുമില്ല, മറ്റേ ആ മാവ് അരയ്ക്കുന്ന പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഞാനപ്പം എൻ്റെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ടൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാവ് കൊണ്ടുവരുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ അരച്ച് വെച്ചത് ഞാൻ എടുത്തിട്ട് വരുമായിരുന്നു. അപ്പം ഞാനിതൊക്കെ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ചോദിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരത്തില്ല. ഇതൊന്നും എന്താണെന്ന് എനിക്കറിയത്തില്ല. ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണ്ടേ, അതെന്ത് ബേസിലാണെന്ന് എനിക്കറിയത്തില്ല ഈ പറഞ്ഞു തരാത്തത്. അതൊക്കെ ഒരു കൈപ്പുണ്യമാണെന്ന് പറയും. കൈപ്പുണ്യമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞു തരണ്ടേ, അല്ലാണ്ട് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്തെന്ന് അറിയത്തില്ല. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അതങ്ങോട്ട് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കി അറിയാം. അല്ലാണ്ട് തന്നെ നമ്മൾ ചെയ്ത് അത് ഓക്കെ ആയി. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, മാവിൻ്റെ പരുവത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല, ഏകദേശം ഓക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും റെഡിയാക്കി വെച്ചു. അപ്പോൾ വേറൊന്നുമല്ല, ഇത് ഞാൻ റെഡിയാക്കി വെക്കാൻ കാരണം നമുക്ക് വൈകിട്ട് വരുമ്പം കൊച്ചിന് ഇപ്പം ട്യൂഷൻ കഴിഞ്ഞ് എത്തുമ്പോൾ ഒരു 7 മണി 7:30 ആവും. അപ്പോൾ രാത്രി നമുക്ക് അപ്പവും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി ആക്കാം. അപ്പോൾ പിള്ളേർ ഓക്കെ അല്ലേ, പിള്ളേർക്ക് ഇഷ്ടമാണ്, വെള്ളയപ്പം ഇഷ്ടമാണ്. അപ്പോൾ അപ്പവും ചിക്കൻ കറി ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇത്ര വലിയ അണ്ടാവ് പോലത്തെ ഇതിൽ വെക്കുന്ന പോണിയിൽ വെക്കുന്നത് വേറൊന്നുമല്ല. അധികം മാവ് അധികം ഞാൻ അരച്ച് വെക്കാറില്ല, ചീത്തയായി പോവും. അത് വെക്കുന്ന വേറൊന്നുമല്ല, ഞങ്ങളിവിടെ ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും അത് എന്താ പറയുക, പൊങ്ങിപ്പോയാലോ. അപ്പോൾ വലുതിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. സംഭവം എല്ലാം വൃത്തിയായി, കണ്ടില്ലേ? അക്ഷയപാത്രം പോലെ ഈ പാത്രം കഴുകണ സ്ഥലം അങ്ങോട്ട് നിറഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് അങ്ങോട്ട് കഴുകി അങ്ങോട്ട് വെക്കണം. എൻ്റെ പൊന്നോ, ഞാൻ ഓർക്കുമായിരുന്നു ഇതെന്തുപോലും സ്ത്രീകൾക്ക് ഒരിക്കലും തീരാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഈ പാത്രം കഴുകൽ. എൻ്റെ പൊന്നോ, രക്ഷയില്ല. ഇനി ഇപ്പോഴത് കുഴപ്പമൊന്നുമില്ല. ഹസ്ബൻഡ് ഉള്ളപ്പോഴാണ് ഈ മീൻ വെച്ച പാത്രവും ഇറച്ചി വെച്ച പാത്രവും ഉണ്ടാവും. മീനിൻ്റെ പിന്നെയും കുഴപ്പമില്ല, മീൻ അങ്ങനെ നെയ്യും കാര്യങ്ങളും വരത്തില്ലല്ലോ. ഈ ബീഫ് വെക്കുമ്പോൾ ഉള്ള നെയ്യ്, എൻ്റെ ദൈവമേ, എനിക്കങ്ങനെ സങ്കടം വരും കേട്ടോ. കാരണം ഇങ്ങനെ കുക്കറിലല്ല, നമ്മുടെ പാത്രത്തിലാണെങ്കിൽ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് 2 കഴുകണത് ഞാൻ വെച്ചിട്ടുണ്ട്. വിമ്മിൻ്റെ ബാറാണെന്നുണ്ടെങ്കിലും പിന്നെ വേറൊരു ബ്ലൂ കളറും ഉണ്ട്. ആ ബ്ലൂ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് വാങ്ങുമ്പം ആ പാത്രം കഴുകാനുള്ളതാണ്, മറ്റേ നമ്മുടെ നോർമൽ പാത്രങ്ങൾ കഴുകാനൊക്കെ ഉള്ളതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും അതിൻ്റെ നെയ്യ് കയറി പിടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അതിനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു സംഭവം, അതായത് നമ്മളുടെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്കത്
ഇത് ചെയ്യണ്ടേ, എന്താ പറയുക, കറിയാക്കി എടുക്കണമല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒന്ന് ഇത് ചെയ്തെടുത്താണ് കേട്ടോ, ചതച്ചെടുത്തതാണ്. കാരണം ഏകദേശം അത് തീർന്നു, ഈ ഒരാഴ്ചത്തെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ അതൊക്കെ റീസ്റ്റോക്ക് ചെയ്യണം എനിക്ക്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെറുപയർ വേവിച്ച് വെച്ചു, അത് കറിയാക്കി വെച്ചു. അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല, അത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ളതല്ലേ. പിന്നെ ഇത്ര നല്ല യൂട്യൂബിൽ കുക്ക് ചെയ്യണവരുള്ളപ്പം എൻ്റെ ഈ ഉണക്ക കുക്കിംഗ് കാണേണ്ട കാര്യമില്ലല്ലോ ചെറുപയറിൻ്റെ കാര്യത്തിലൊന്നും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തയ്യാറാക്കാം. അപ്പോൾ ചോറും ചെറുപയറും റെഡി ആയിട്ടുണ്ട്, മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്, നമ്മുടെ ഫ്യൂവൽ കഴിക്കണം, നമ്മുടെ മെയിൻ ഫ്യൂവലാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതില്ലാണ്ട് എന്തൊരു ജീവിതം, എനിക്കും മക്കൾക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ തലവേദനയൊക്കെ വരും ഇല്ലേ. അപ്പോൾ നമ്മുടെ ഇവക്കുട്ടിക്ക് ഞാനൊരു ഡബിൾ ചീസിൻ്റെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. ബ്രെഡ് ടോസ്റ്റ് ആണ് കേട്ടോ, കാരണം അതിനുള്ള സമയമേ ഉള്ളൂ. ഇനി ഉച്ചയ്ക്ക് ചോറ്, അല്ലെങ്കിൽ ഇപ്പം ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചോറ് കഴിക്കാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം ഒരു 2 മണിക്കുള്ളിൽ ലഞ്ചും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റും കഴിയണം. അപ്പം ഞാൻ ബ്രെഡ് ഒന്ന് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവക്കുട്ടിക്ക് ഡബിൾ ചീസ് വെച്ചു, എനിക്കും സരിക്കും ബ്രെഡ് ടോസ്റ്റ് ചെയ്തു, മുട്ട പുഴുങ്ങിയതുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചെറുപയറും കൂടി എടുത്തു കേട്ടോ. ചെറുപയർ പ്രോട്ടീൻ അല്ലേ, നല്ലതല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ചെറുപയറും കൂടി എടുത്തു. അപ്പം നമ്മുടെ കറി ഏകദേശം, നമ്മുടെ ചെറുപയറും ചോറും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. ഞാനൊരു 3 ബ്രെഡോ 4 ബ്രെഡോ എന്തോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അത് ആദ്യത്തെ അവസാനത്തെയും ബ്രെഡ് ആർക്കും വേണ്ടല്ലോ, അപ്പോൾ അത് വേസ്റ്റ് ആവണ്ടല്ലോ, അതാണ് ഞാനെടുത്ത് കഴിക്കുന്നത്. പിന്നെ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുക കേട്ടോ. ഇതപ്പം ഞാൻ ചോദിക്കുമായിരുന്നു, എൻ്റെ പൊന്നുമോളെ നീ ഏത് കാലത്ത് കഴിച്ച് തീരുമെന്ന്. കാരണം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഉറക്കച്ചട മാറിയിട്ടില്ല, പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കഴിക്കട്ടെ, നമുക്ക് പോകേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവക്കുട്ടിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൾക്ക് അറിവായതുകൊണ്ട് അവൾ പെട്ടെന്ന് അവളുടെ കഴിച്ച് കഴിഞ്ഞു. അവളങ്ങനെ നമുക്ക് ട്യൂഷന് പോകാനുള്ളതാണെന്നൊക്കെ ഉള്ള ഒരു അവയർനെസ് ഉണ്ടല്ലോ, അങ്ങനെ. അപ്പോൾ അവളുടെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പം നമുക്ക് ഒരു കറിയും കൂടി ഉണ്ടാക്കണ്ടേ, കറിയല്ല കറി, ഒരു കറിയും കൂടി ഉണ്ടാക്കണമല്ലോ. അപ്പം അത് ഞാൻ കരുതി നമ്മളുടെ എന്താ പറയുക, ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. കുക്കറിൽ സവാള ഇട്ടിട്ട് വേവിച്ചിട്ടേ, സവാളയും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനും, അത്യാവശ്യം ഒരു മാഗിയുടെ ക്യൂബും, പിന്നെ അത്യാവശ്യം എന്താ പറയുക ഉപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ഒരൊറ്റ വിസലിൽ അങ്ങോട്ട് വേവിച്ചെടുക്കും. അപ്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ നമ്മളുടെ കാശ്മീരി ചില്ലി, പിന്നെ ആവശ്യത്തിന് കുരുമുളക്, ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ ചെറുനാരങ്ങയിലാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ചെറുനാരങ്ങയിൽ മിക്സ് ചെയ്യുമ്പോൾ അത് ഇഷ്ടമാണ് ഇവർക്ക്, പിള്ളേർക്ക് ഇഷ്ടമാണ്. വറക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇഷ്ടം. സാമിനും അതെ, ചെറുനാരങ്ങയിൽ മീൻ വറക്കുന്നത് അതൊക്കെ തന്നെ പുള്ളി ഇഷ്ടം. പുള്ളിയാണ് എന്നെ ചെറുനാരങ്ങയുടെ ഒരു ഫാൻ ആക്കിയത് കേട്ടോ. അപ്പം ഇവന് ചിക്കനിൽ മാരിനേറ്റ് ചെയ്തിട്ട് അത് ഈസി ആയിട്ട് അത് പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ഞാൻ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അങ്ങനത്തെ പരിപാടികളൊന്നും ഇടുന്നില്ല, ഗാർലിക് പേസ്റ്റ് ഒന്നും ഇടുന്നില്ല. പിന്നെ സവാള വളരെ കുറച്ച് ഇടുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് അത്ര വലിയ കാര്യമൊന്നുമല്ല സവാളയും കാര്യങ്ങളൊന്നും. അപ്പം അധികം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സവാളയുടെ ഗ്രേവി എല്ലാം വേസ്റ്റ് ആക്കാൻ നമുക്ക് കാശില്ല. സവാളയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പം ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുക്കറിലാണ്. എനിക്ക് ഈ ഷുർണി കുക്കർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഷുർണി കുക്കറിനെ പേടിയാണ് കേട്ടോ, പൊട്ടിത്തെറിച്ചാലോ എന്നൊരു പേടിയാണ്, ചെറുതല്ലേ. അപ്പോൾ ഞാൻ ഏലക്കായ കാണിച്ചത് കണ്ടു 3 എണ്ണം. ഞാൻ ഈ ചിക്കനിൽ ഏലക്ക ഇടാറുണ്ട് കേട്ടോ. അതായത് സവാള ഇട്ടിട്ട് നമ്മുടെ മറ്റേ ഒലിവ് ഓയിൽ ഇട്ടിട്ട് അതിൽ സവാള ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു 3 ഏലക്ക ഞാൻ പൊടിച്ചിടാറുണ്ട്. ഏലക്ക ഇടുമ്പം ഏലക്കയുടെ തൊലി ആരും ഇടരുത് കേട്ടോ. ഏലക്കയുടെ നന്നായിട്ട് അതൊരു മരുന്നടിക്കുന്നുണ്ട്. അതിൻ്റെ തൊലിയിൽ നല്ല രീതിയിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ തൊലി ആരും ഇടാതിരിക്കുക കേട്ടോ ഏലക്കയുടെ, അത് കളയുക. അതിനുശേഷം നമ്മൾ അതിലൊരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക. കാരണം ഈ ഏലക്ക ഇടുമ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു എത്ര വന്നാലും ആ ഒരു സ്മെല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിക്കോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഇത് കേൾക്കണ്ട എന്നോട് പറയും കുറച്ച് കഴുകി സോപ്പ് വെള്ളത്തിലിട്ട് ഉണ്ടാക്കടി എന്ന് പറയും. എൻ്റെ ഒരു രീതി അത്രയേ ഉള്ളൂ കേട്ടോ. പിള്ളേർക്ക് പുള്ളിക്ക് കൊടുക്കുമ്പോഴും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ പുള്ളിക്ക് മനസ്സിലാവാറൊന്നുമില്ല കേട്ടോ, ഏലക്ക ഇട്ടിട്ടുണ്ടെന്ന് അങ്ങനെ ചിന്തിക്കാറില്ല. കാരണം കഴിക്കുന്നത് ഫോണിൽ കൂടി കഴിക്കുന്ന പോലെയാണ്. ഫോണിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ് ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ ഫോൺ നോക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഫാമിലി ടൈം എന്ന് പറയുമ്പോൾ ഫോൺ നോക്കി കുത്തിപ്പിടിച്ചിരിക്കാതിരിക്കുക എന്ന്. ഞാനും ഈ ഫാമിലി ടൈമിൻ്റെ സമയത്ത് ഞാൻ ഫോൺ യൂസ് ചെയ്യാറില്ല. അത് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് നമ്മളിപ്പോൾ ചാനൽ തുടങ്ങും മുന്നും ചാനൽ തുടങ്ങിയതിന് ശേഷവും അത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ കമൻസിന് റിപ്ലൈ ചെയ്യണ ഒരു ടൈമുണ്ട് അങ്ങനെ, അല്ലാണ്ട് ഫുഡ് കഴിക്കുമ്പോഴോ കാരണം അത് നമ്മുടെ ആ സമയം പോവും ഫാമിലി ആയിട്ടുള്ളത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ് ഇതിനെതിരാണ് കേട്ടോ. ഹസ്ബൻഡ് ഫോണൊക്കെ നോക്കിയിട്ടൊക്കെ ഇരുന്ന് കഴിക്കും.
ഉണ്ടാക്കുകയുള്ളൂ. പിള്ളേർക്കും ഞാനത് ശീലിപ്പിച്ചിട്ടില്ല, ഞാൻ വഴക്ക് പറയും. ഹസ്ബൻഡ് എന്നെ വഴക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഞാൻ വറ്റിച്ചിട്ടുള്ളൂ. ബിക്കോസ് നമുക്ക് എന്ത് വേണം, ഗ്രേവി വേണം. നമ്മുടെ വെള്ളയപ്പത്തിന് വൈകുന്നേരം ഗ്രേവി വേണ്ടായോ. അപ്പം ജസ്റ്റ് ഒന്ന് വറ്റിച്ചിട്ടേ ഉള്ളൂ. അപ്പം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചോറിന് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കറിയാണെന്ന് പറഞ്ഞു. ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമല്ലോ. ഇപ്പം ചിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രോയിലർ ആയതുകൊണ്ടേ അധികം വേവും ഇല്ലല്ലോ. നമ്മുടെ നാടനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം വേവിക്കേണ്ടേ. അപ്പം ആ സംഭവം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കുക്കറാകുമ്പോൾ. പക്ഷെ ഒറ്റ വിസിൽ ചെയ്താൽ മതി കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ കീമയായി പോവും, അതാണ് പ്രശ്നം. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് എന്താണ് കറി, നമ്മുടെ ചെറുപയറും ചിക്കനും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് പാക്കപ്പ് ചെയ്യണതുണ്ടല്ലോ, ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. പിള്ളേരുടെ ഒരു സ്നാക്സ് ഉണ്ട്, ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റും ഉണ്ട്, പിന്നെ ആ ഒരു ചോക്കോ സ്റ്റിക്സും ഉണ്ട്, പിന്നെ കുറച്ച് വെള്ളവും, പിന്നെ എൻ്റെ കഞ്ഞിവെള്ളം. എനിക്ക് ഇടയ്ക്ക് കഞ്ഞിവെള്ളം കുടിക്കണം, എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം വേറൊന്നല്ല ഇത് കൊണ്ടുപോകുന്നത്. കാരണം നമ്മളിപ്പം വരുന്ന സമയത്ത് അവിടെ ഇവിടെ ഒന്നും കയറലോ കാര്യങ്ങളോ കഴിക്കലോ നടക്കത്തില്ല. അപ്പം ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ചെറക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവൾ അത്ര നേരം 2 മണിക്കൂർ അവിടെ തന്നെ ഇരിക്കാനുള്ളതല്ലേ. അപ്പോൾ അവൾക്ക് അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഇതിരുന്നോളും. ഇവയ്ക്കാണെന്നുണ്ടെങ്കിലും ട്യൂഷൻ കഴിയുമ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ, അല്ലെങ്കിൽ അത്ര നേരം വിശക്കില്ല. അപ്പോൾ കുഞ്ഞ് പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒന്നും ആവത്തുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ പിള്ളേർക്ക് വേണ്ടി. പിന്നെ അതേ കണ്ടോ, സെറക്കുട്ടിക്ക് ഞാനേ ഫുഡ് കൊടുത്തിട്ട് വെച്ചിട്ട് പോയിട്ട് എന്നോട് പറയും ഒരു സ്പൂൺ തന്നേ, ഞാൻ വരയ്ക്കുവാണ്, ഞാൻ സ്പൂണിൽ ചോറ് കഴിച്ചോളാം, അതിൻ്റെ ഒപ്പം ഞാൻ ഡ്രോ ചെയ്തോളാം മമ്മീന്ന്. ഞാൻ ഒന്നും വഴക്ക് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അമ്മ വാരിത്തരാം, മോൻ വരച്ചോ, പക്ഷേ മോൻ കഴിക്കണം, അല്ലെങ്കിൽ എല്ലാവരും മോളെ കളിയാക്കും, അമ്മ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കുക കേട്ടോ. ഇതാണ് അവളുടെ ഡ്രോയിങ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് വരയ്ക്കുന്നത്. കണ്ടില്ല, ഇതെല്ലാം അവൾ വരച്ചതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, ചെറുതിലോട്ടിട്ട് വരയ്ക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അവൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ മറ്റേ ക്രയോൺസാണ് ആദ്യം പിടിച്ചതെന്ന് തോന്നുന്നു. കോവിഡ് ടൈമിലൊക്കെ വീട്ടിൽ തന്നെയായിരുന്നല്ലോ, ഒരു 2 വയസ്സ് തൊട്ടിട്ട് അവൾ അങ്ങനെ ക്രയോൺസൊക്കെ പിടിച്ച് ആ ബാലൻസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ദേ കണ്ടോ. അപ്പോൾ റെഡിയാക്കി കുളിച്ച് നല്ല കുട്ടപ്പിയാക്കി. അപ്പോൾ 2 പേരും ദേ ട്യൂഷന് പോകാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് പ്രെയറൊക്കെ ചെയ്യണ്ടേ. ഇപ്പോൾ വീഡിയോ ഒത്തിരി നീണ്ടുപോയില്ല, ഐ എം സോ സോറി. ഞാൻ മാക്സിമം ഞാൻ കുറച്ചിട്ടുണ്ട്, പക്ഷേ എന്ത് പറയാനാണ്, പ്രസംഗം പോലെ ആയിപ്പോയി, കൂടിപ്പോയി. എന്തായാലും നിങ്ങൾ കാണുന്നത് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക, എൻ്റെ ജേണിയിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും പിള്ളേരെ പ്രാർത്ഥിപ്പിച്ചിട്ട് വേണം ഇറക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ പ്രെയർ എല്ലാം കഴിഞ്ഞിട്ട് സാമിനോടും ടാറ്റയൊക്കെ പറഞ്ഞു, കർത്താവിനോടും മാതാവിനോടും എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ പോവാൻ സമയമായി, വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു വിശേഷം. അപ്പം ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ലവ് യു, സീ യു, ടാറ്റാ.